സ്റ്റുഡൻസ്, ബ്രെയിൻസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതിന് മുൻപ് ഞാൻ ചെയ്ത വീഡിയോ കാണാൻ മറക്കരുത്. കാരണം ആ വീഡിയോയുടെ കണ്ടിന്യൂറ്റിയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ ഒന്ന് പറയാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ്, ദെൻ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതേപോലെ തന്നെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആയിട്ടുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞു, ബാലൻസ് ഷീറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സിനെ കുറിച്ചാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് ആയിട്ടുള്ള റെസീപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഈ മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള വീഡിയോസിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് റെസീപ്റ്റ് എന്താണ്, രണ്ട് പേയ്മെന്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അത് പറയുന്നതിന് മുൻപ് നിങ്ങളൊരു സ്ഥാപനം, ഏതെങ്കിലും ഒരു സ്ഥാപനം, അത് ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് കാണാം. ദെൻ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാപനം പല ആവശ്യങ്ങൾക്കായിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ സ്ഥാപനത്തിന് ക്യാഷ് കിട്ടാറും ഉണ്ട്. അപ്പോൾ ക്യാഷ് കിട്ടുന്നതിനെ നമ്മൾ റെസീപ്റ്റ് എന്നും, ക്യാഷ് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേയ്മെന്റ് എന്നും വിളിക്കും. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ റെസീപ്റ്റ് എന്നും, ക്യാഷ് കൊടുക്കുകയാണ് അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പേ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പേയ്മെന്റ് എന്ന് വിളിക്കും. റെസീപ്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: ക്യാപിറ്റൽ റെസീപ്റ്റ്, റവന്യൂ റെസീപ്റ്റ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ റിക്കറിംഗ് നേച്ചറാണ്, ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ നോൺ റിക്കറിംഗ് നേച്ചറാണ്. എന്ന് വെച്ചാൽ റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് പല തവണയായിട്ട് അല്ലെങ്കിൽ ഒരു റെഗുലർ ഇന്റർവെൽ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസീപ്റ്റിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് വിളിക്കാം. ഒന്ന് ശ്രദ്ധിക്കുക, സെയിൽ ഓഫ് ഗുഡ്സ്. ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം സെയിൽ ഓഫ് ഗുഡ്സ് പല തവണയായിട്ട് ഒരുപാട് തവണ ഗുഡ്സിന്റെ സെയിൽ നടക്കാറുണ്ട് അല്ലേ. രണ്ടാമത്തത് കമ്മീഷൻ റിസീവ്ഡ്. ഒരു തവണയല്ല, കമ്മീഷൻ നമുക്ക് പല തവണ നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഡിസ്കൗണ്ട് റിസീവ്ഡ്. ഡിസ്കൗണ്ട് നമ്മൾ പല തവണയായിട്ട് നമ്മൾ ഡിസ്കൗണ്ട് റിസീവ് ചെയ്യാറുണ്ട്. ദെൻ ഇത്രയും എക്സാമ്പിൾ ആണ് റവന്യൂ റെസീപ്റ്റ്സിൻ്റെ. ഒന്ന് ശ്രദ്ധിക്കുക, ഇത് മാത്രമല്ല വേറെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 3 എക്സാമ്പിൾസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ദെൻ സെയിൽ ഓഫ് ഗുഡ്സ്, ദെൻ കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. ദെൻ ഒന്ന് ശ്രദ്ധിക്കുക, റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ റിക്കറിംഗ് നേച്ചറാണ്. ദെൻ ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ നോൺ റിക്കറിംഗ് നേച്ചറാണ്. എന്തുകൊണ്ടാണ് നോൺ റിക്കറിംഗ് നേച്ചർ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് നമ്മൾ ഒരു വർഷത്തിൽ തന്നെ പലപ്പോഴായിട്ട് വിൽക്കാറില്ല അല്ലേ. ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടൊക്കെ അല്ലെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് സെയിൽ ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ ലോൺ ടേക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിൽ തന്നെ പല തവണയായിട്ട് നമ്മൾ ലോൺ എടുക്കാറില്ല, നമ്മൾ കാണാറില്ല. ദെൻ അതേപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ് അല്ലെ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതും ഷെയർ ഇഷ്യൂ ചെയ്യുന്നതും നമ്മൾ ഒരു വർഷത്തിൽ തന്നെ പല തവണയായിട്ട് ചെയ്യാറില്ല അല്ലെ. 2-3 വർഷങ്ങളൊക്കെ അല്ലെങ്കിൽ 4-5 വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചർ ഒക്കെ ഇഷ്യൂ ചെയ്യാറുള്ളത്. ദെൻ ഇത്രയും എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ റെസീപ്റ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. ദെൻ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ദെൻ ലോൺ ടേക്കൺ, അതേപോലെ തന്നെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് ഷെയർസ്. ഇത്രയാണ് റെസീപ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ. എക്സാമിന് ചോദിക്കുന്ന ഏരിയ ആണ്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ റെസീപ്റ്റ് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഏരിയ പേയ്മെന്റ് ആണ്. പേയ്മെന്റ് എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. പേയ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പേയ്മെന്റ്. പേയ്മെന്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ പേയ്മെന്റ്, സെക്കൻഡ് വൺ റവന്യൂ പേയ്മെന്റ്. അപ്പൊ നോക്കാം നമുക്ക് എന്താണ് ക്യാപിറ്റൽ പേയ്മെന്റ് അല്ലെങ്കിൽ എന്താണ് റവന്യൂ പേയ്മെന്റ് എന്ന് നോക്കാം അല്ലെ. ദെൻ ക്യാപിറ്റൽ പേയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാപിറ്റൽ പേയ്മെന്റ് എന്ന് വിളിക്കും. ശ്രദ്ധിക്കുക, എന്തെങ്കിലും ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോങ് ടേം ബെനിഫിറ്റ്, ദാറ്റ് മീൻസ് മോർ ദാൻ 1 ഇയറിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുന്ന തരത്തിലുള്ള എക്സ്പെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ പേയ്മെന്റ് എന്ന് വിളിക്കുക. അതിൽ ഒന്നാമത്തത് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് അല്ലെ. അസറ്റ് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് കാലത്തേക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളൊരു കാർ വാങ്ങിക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീനറി വാങ്ങിക്കുകയാണ്, അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ദെൻ രണ്ടാമത്തത്
ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് നമുക്കറിയാം ലോങ് ടേം ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഇത്രയാണ് ക്യാപിറ്റൽ പേയ്മെന്റ്സിന്റെ എക്സാമ്പിൾസ്. റവന്യൂ പേയ്മെന്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വർഷത്തിൽ കുറഞ്ഞ ഒരു ബെനിഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത്തരം പേയ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റവന്യൂ പേയ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ റവന്യൂ പേയ്മെന്റിന്റെ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. പർച്ചേസ് ഓഫ് ഗുഡ്സ്, നമ്മൾ കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് കിട്ടാറില്ല. ദെൻ അതേപോലെ തന്നെ സാലറി അല്ലെ, നമ്മളെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്ന സമയത്ത് അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു മാസത്തേക്കാണ് വർക്ക് ചെയ്യുക. ഒരു മാസത്തെ സാലറി കൊടുത്താൽ ഒരു മാസത്തേക്ക് നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ആ സാലറി കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു മാസത്തേക്കാണ്. അതേപോലെ തന്നെ വേജ് കൊടുക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ കാലത്തേക്കുള്ള ബെനിഫിറ്റ് മാത്രമേ നമുക്ക് അതുകൊണ്ട് കിട്ടുള്ളൂ. സോ ഇത്രയാണ് റവന്യൂ പേയ്മെന്റ്സിന്റെ എക്സാമ്പിൾസ്. ഒന്ന് ശ്രദ്ധിക്കുക. ദെൻ റവന്യൂ പേയ്മെന്റ് എക്സാമ്പിൾ ആണ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, സാലറി, വേജ്. അപ്പോൾ നമ്മൾ റെസീപ്റ്റ് എന്താണെന്ന് നോക്കി, പേയ്മെന്റ് എന്താണെന്ന് നോക്കി. അപ്പൊ നമുക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്ന് പറഞ്ഞാലോ അല്ലേ. അപ്പൊ റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുകയാണെങ്കിൽ റെസീപ്റ്റ്, ക്യാഷ് നമ്മൾ പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പേയ്മെന്റ്. അപ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരു പോയിന്റ് ഓർക്കുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് അക്കൗണ്ട് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. സോ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പൊ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പോയിന്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ പോയിന്റ്സ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചാലും എഴുതാൻ പറ്റും. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് ആൻ അക്കൗണ്ട് പ്രിപ്പയർഡ് ബൈ ദി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒന്ന് പോവാണ്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അക്കൗണ്ടിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്. അപ്പൊ അവിടെ നമ്മൾ പഠിച്ച റിയൽ അക്കൗണ്ട് എന്താണ് നിങ്ങൾക്ക് ഓർത്ത് നോക്കുക. അസറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിയൽ അക്കൗണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് റെസീപ്റ്റ് ആണ്, പേയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് പേയ്മെന്റ് ആണ്. അപ്പൊ ഇവിടെ നടക്കുന്നത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ടാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിനെ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? ഒന്നാമത്തെ പോയിന്റ് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ സിമിലർ ടു ക്യാഷ് ബുക്ക്. അത് ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കൂടെ ഞാൻ സ്ട്രെസ് ചെയ്യാണ്. റെസീപ്റ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് റിസീവ് ചെയ്യുന്നതാണ്, പേയ്മെന്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് പേ ചെയ്യുന്നതാണ്. അപ്പൊ ക്യാഷ് റിസീവ് ചെയ്യുന്നതും ക്യാഷ് പേ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എൻറ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്യാഷ് ബുക്ക് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് ശ്രദ്ധിക്കണേ. തേർഡ് പോയിന്റ് റെക്കോർഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്യാഷ്. ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയ പോയിന്റ് ആണ്. ദെൻ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണ്, റെക്കോർഡഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്യാഷ്. ദെൻ ഫോർത്ത് പോയിന്റ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്യാഷ് അക്കൗണ്ട് ഓർക്കുക. ക്യാഷ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ തന്നെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഓൾറെഡി സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞതാണ് സിമിലർ ടു ക്യാഷ് ബുക്ക് എന്ന്. ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണോ ഉണ്ടാക്കുക അതേപോലെ തന്നെയാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കുക. അതുകൊണ്ടാണ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഫോർ കാൽക്കുലേറ്റിംഗ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. അപ്പൊ ക്യാഷിന്റെ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കാൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ സിക്സ്ത് പോയിന്റ് ഹാവ് ടു സൈഡ്സ് എന്ന് വെച്ചാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് 2 സൈഡ് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ക്യാഷ് അക്കൗണ്ട് ഒന്ന് മൈൻഡിൽ ചിന്തിക്കുക. ക്യാഷ് അക്കൗണ്ടിന് 2 സൈഡില്ലേ ഉണ്ടല്ലേ, ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഡെബിറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്തതൊക്കെ ക്യാഷ് റെസീപ്റ്റ് ആയിരുന്നു, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പോസ്റ്റ് ചെയ്തതൊക്കെ ക്യാഷ് പേയ്മെന്റ്സ് ആയിരുന്നു. അതേപോലെ തന്നെയാണ് എന്തുണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് 2 സൈഡ് ഉണ്ടാവും.
then receipt side, payment side. Receipt side ne nammal ivide debit side ennu parayum, then payment side ne ivide nammal credit side ennu parayum. So ഇത്രയും ആണ് receipt and payment account ന്റെ features. മക്കളെ ശ്രദ്ധിക്കണേ. then ഈ points സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. receipt and payment account എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതിയാൽ മതി. അല്ല ഫീച്ചേഴ്സ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതൊന്ന് സെന്റൻസ് വൈസ് പോയിന്റ്സ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഷോർട്ടായിട്ട് എഴുതിയത്. അപ്പോൾ നമ്മൾ നേരത്തെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണെന്ന് കണ്ടു. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതിനു ശേഷം ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റും സ്റ്റെപ്സും, എങ്ങനെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, അതിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ദെൻ അതിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, അതാണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ ശ്രദ്ധിക്കുക, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒന്ന് ശ്രദ്ധിച്ചേ. അക്കൗണ്ട് എങ്ങനെയാ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാ, ലെഡ്ജർ അക്കൗണ്ട് അല്ലേ. ഒരു അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ടി ഷേപ്പിലാണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. രണ്ട് സൈഡ് ഉണ്ടാവും അല്ലേ. ദെൻ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് സൈഡ്, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക, ഡെബിറ്റ് സൈഡ്. റെഡി? അപ്പോൾ ഡെബിറ്റ് സൈഡിനെ നമ്മൾ റെസീപ്റ്റ് സൈഡ് എന്നാണ് പറയാ. ദെൻ ക്രെഡിറ്റ് സൈഡിനെ നമ്മൾ പേയ്മെന്റ് സൈഡ് എന്നാണ് പറയാ. ഓർക്കുക, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന് രണ്ട് സൈഡ് ഉണ്ട്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ദെൻ ഡെബിറ്റ് സൈഡിന് നമ്മൾ റെസീപ്റ്റ് സൈഡ് എന്ന് പറയും, ക്രെഡിറ്റ് സൈഡിന് നമ്മൾ പേയ്മെന്റ് സൈഡ് എന്ന് പറയും. ഓക്കെ, ദെൻ ഇനി റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സ്റ്റെപ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഓർക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സിമിലർ ടു ക്യാഷ് ബുക്ക് ആണ്, ഓർക്കണം. ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്തിന് സിമിലർ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാഷ് അക്കൗണ്ടിന് സിമിലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ പറയാൻ പോവാണ്. ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക? ക്യാഷ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടല്ലേ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എന്ത് വെച്ചിട്ട് തുടങ്ങണം, ഓപ്പണിംഗ് ബാലൻസ് വെച്ച് തുടങ്ങണം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. റെഡി? ഒന്നാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, എന്താണ്, സ്റ്റാർട്ട്സ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡെബിറ്റ് സൈഡിലാണ് എൻട്രി ചെയ്യേണ്ടത്, റെസീപ്റ്റ് സൈഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. ഒന്ന് ശ്രദ്ധിക്കുക, ഡെബിറ്റ് സൈഡിൽ അല്ലെങ്കിൽ റെസീപ്റ്റ് സൈഡിലാണ് എൻട്രി ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് എന്ന് എഴുതിയതിന് ശേഷം ക്യാഷിന്റെ ബാലൻസ് ഇന്നർ കോളത്തിൽ കാണിക്കുക. ഇനി ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ ബാങ്കിന്റെ ബാലൻസും അതിന്റെ കൂടെ ഇന്നർ കോളത്തിൽ കാണിക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ബാങ്കിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുക. രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് കാണിക്കുക. മേ ബി ക്വസ്റ്റ്യൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ബാലൻസിന്റെ കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രാക്കറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ CR എന്നോ ഓവർ ഡ്രാഫ്റ്റ് എന്നോ കാണാൻ പറ്റും. അങ്ങനെ കണ്ടാൽ ഒരിക്കലും നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഇവിടേക്ക് കാണിക്കരുത്. ഇവിടേക്ക് മീൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കരുത്. അത് എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഓവർ ഡ്രാഫ്റ്റ് എന്ന് കണ്ടാൽ മാത്രം, അല്ലെങ്കിൽ ഏതെങ്കിലും ബാലൻസിന്റെ ഓപ്പണിംഗ് ബാലൻസിന്റെ കൂടെ ക്രെഡിറ്റ് എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഓവർ ഡ്രാഫ്റ്റ് ആണെങ്കിൽ അത് എവിടേക്കാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. റെഡി? രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒരുപാട് റെസീപ്റ്റ്സ് ഉണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞു നേരത്തെ, റെസീപ്റ്റ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് റെസീപ്റ്റ്സ് ഉണ്ടാവും. ക്യാപിറ്റൽ റെസീപ്റ്റ്സും ഉണ്ടാവും, റവന്യൂ റെസീപ്റ്റ്സും ഉണ്ടാവും. ആ ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും ക്വസ്റ്റ്യൻ്റെ അകത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും ഒക്കെ എടുത്തോളൂ. ഓക്കെ, അതൊക്കെ എടുത്തിട്ട് അതേപോലെ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നേരെ റെസീപ്റ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള എല്ലാ റെസീപ്റ്റ്സും എടുക്കുക, അത് നേരെ എവിടേക്ക് മാറ്റുക? റെസീപ്റ്റ് സൈഡിലേക്ക് മാറ്റുക. എടുക്കുമ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും റെസീപ്റ്റ്സ് എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും റെസീപ്റ്റ്സിന്റെ കറണ്ട് ഇയർ ബാലൻസോ പ്രിസീഡിംഗ് ഇയർ ബാലൻസോ സക്സീഡിംഗ് ഇയർ ബാലൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ തന്നെ കാണിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം വരും, എന്താ കറണ്ട് ഇയർ, അല്ലെങ്കിൽ എന്താ പ്രിസീഡിംഗ് ഇയർ, അല്ലെങ്കിൽ എന്താ സക്സീഡിംഗ് ഇയർ? എക്സാമ്പിൾ ഞാനൊന്ന് പറയാം. സബ്സ്ക്രിപ്ഷൻ ഒരു റെസീപ്റ്റ് ആണ്. അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന എമൗണ്ട്, അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഐറ്റത്തിന്റെ എമൗണ്ട്, ആ എമൗണ്ട് ചിലപ്പോൾ
ചിലപ്പോൾ നമ്മുടെ ഈ വർഷത്തെ എമൗണ്ട് പ്രസന്റ് ഇയറിലെ എമൗണ്ട് തന്നിട്ടുണ്ടാവും, അതിനെ കറണ്ട് ഇയർ എന്ന് വിളിക്കും. തൊട്ട് മുമ്പത്തെ വർഷത്തെ എമൗണ്ട് ചിലപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് സബ്സ്ക്രിപ്ഷൻ്റെ തന്നിട്ടുണ്ടാവാം, അതിനെ നമ്മൾ എന്താ വിളിക്കുക, പ്രിസീഡിങ് ഇയർ എന്ന് വിളിക്കും. ഇനി വരാൻ പോകുന്ന വർഷത്തെ എമൗണ്ട് ചിലപ്പോൾ തന്നിട്ടുണ്ടാവും, അതിനെ നമ്മൾ സക്സീഡിങ് ഇയർ എന്ന് വിളിക്കും. സോ അങ്ങനെ 3 തന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതുക, ആ സബ്സ്ക്രിപ്ഷന്റെ 3 വർഷത്തെ എമൗണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിൽ എഴുതാം. കൺഫ്യൂഷൻ ആയോ? ഒന്നും കൂടെ ശ്രദ്ധിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള റെസീപ്റ്റ്സ് മുഴുവൻ റെസീപ്റ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റെസീപ്റ്റിന്റെ എമൗണ്ട് മേ ബി 3 വർഷത്തെ എമൗണ്ട് തരാം. 3 വർഷത്തെ എമൗണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് ഇയർ, പ്രിസീഡിങ് ഇയർ, സക്സീഡിങ് ഇയർ, ഇങ്ങനെ 3 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ 3 വർഷത്തെ എമൗണ്ട് അതേപോലെ തന്നെ, ഒരു സംശയം വേണ്ട, അത് എവിടേക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, റെസീപ്റ്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്യുക, ഇന്നർ കോളത്തിലിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതാം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ തേർഡ് സ്റ്റെപ്പ്, റെസീപ്റ്റ്സ് നമ്മൾ ഓൾറെഡി അവിടുന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ, പേയ്മെന്റ്സ് അല്ലേ. ആ പേയ്മെന്റ്സ് അതേപോലെ എടുക്കുക. എടുത്തതിന് ശേഷം പേയ്മെന്റ് സൈഡിൽ എന്ത് ചെയ്യുക, ലിസ്റ്റ് ചെയ്യുക. പേയ്മെന്റ് സൈഡിൽ ലിസ്റ്റ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് നേരെ എമൗണ്ട് കോളത്തിലേക്ക് കാണിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ഒന്നും കൂടെ പറയാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഏതെങ്കിലും പേയ്മെന്റിന്റെ ദെൻ എമൗണ്ട് ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷത്തെ എമൗണ്ട് ആയിട്ട് തരാം, കറണ്ട് ഇയർ, പ്രിസീഡിങ് ഇയർ, സക്സീഡിങ് ഇയർ ആയിട്ട് തരാം. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട. ഏതെങ്കിലും ഒരു ഐറ്റത്തിന്റെ എമൗണ്ട് അങ്ങനെ 3 വർഷത്തെ തന്നിട്ടുണ്ടെങ്കിൽ, സപ്പോസ് ഈ ഒരു ഐറ്റത്തിന്റെ ആണ് അങ്ങനെ തന്നതെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇയറിന്റെ എമൗണ്ട് ഇവിടെ എടുക്കുക, അതേപോലെ തന്നെ പ്രിസീഡിങ് ഇയറിന്റെ എമൗണ്ട് ഇവിടെ എടുക്കുക, അതേപോലെ തന്നെ സക്സീഡിങ് ഇയറിന്റെ എമൗണ്ട് ഇവിടെ എടുക്കുക, ഒക്കെ കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഔട്ടർ കോളത്തിൽ എടുക്കാൻ മതി. ഞാൻ നേരത്തെ റെസീപ്റ്റ്സിന്റെ പറഞ്ഞ അതേ കാര്യം തന്നെ അവിടെ ഞാൻ പറഞ്ഞത്. അപ്പോൾ റെസീപ്റ്റ്സ് കാണിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, പേയ്മെന്റ് കാണിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഡിസ്കസ് ചെയ്തു, സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു, തേർഡ് സ്റ്റെപ്പും പറഞ്ഞു. ഓക്കെ ആണല്ലോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇനി 4ാമത്തെ സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ്റെ അകത്ത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു അവസരത്തിൽ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ നിങ്ങൾക്ക് അവിടെ കത്തിയിട്ടില്ലേ, അറിയാം. നമുക്ക് പല അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലേ. കഴിഞ്ഞ വർഷം പഠിച്ച് ഒരുപാട് ആൾക്കാർക്ക് പ്രശ്നമായ ഒരു ഏരിയ ആയിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എടുക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് 4ാമത്തെ സ്റ്റെപ്പ്. അഡ്ജസ്റ്റ്മെന്റ്സ് കണ്ടാൽ തൊടണ്ട. ഓക്കെ, ദെൻ 5ാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം വേഗം ബാലൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, വളരെ സിമ്പിൾ ആണ്. ബാലൻസ് ചെയ്യുക എങ്ങനെയാ, ഏത് സൈഡിലാണ് ടോട്ടൽ ഫിഗർ കൂടുതൽ നോക്കുക. ഓക്കെ, ഇത് റെസീപ്റ്റ് സൈഡ് ആണ്, ഇത് പേയ്മെന്റ് സൈഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ഇത് ഡെബിറ്റ് സൈഡ് ആണ്, ക്രെഡിറ്റ് സൈഡ് ആണ്. അപ്പൊ ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതലുള്ള നോക്കുക. മേ ബി അത് ഡെബിറ്റ് സൈഡ് ആവാം, മേ ബി അത് ക്രെഡിറ്റ് സൈഡ് ആവാം അല്ലെ. മേജർ ചാൻസ് അല്ലെങ്കിൽ കൂടുതൽ ചാൻസ് കൂടുതലുള്ളത് റെസീപ്റ്റ് സൈഡ് കൂടാനാണ് സാധ്യത. അങ്ങനെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റെസീപ്റ്റ് സൈഡ് നിങ്ങൾ ടോട്ടൽ ചെയ്യുക. റെഡി? റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്തതിന് ശേഷം ആ എമൗണ്ട് നേരെ പേയ്മെന്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പേയ്മെന്റ് സൈഡിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഈ പേയ്മെന്റ് സൈഡിലുള്ള ബാക്കിയുള്ള എമൗണ്ട് ഈ ഫിഗറിൻ്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്യും. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറയാണ്. റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്തു, ആ ടോട്ടൽ ചെയ്ത ഫിഗർ എവിടേക്ക് മാറ്റി, പേയ്മെന്റ് സൈഡിലെ ദെൻ ടോട്ടൽ കോളത്തിലേക്ക് മാറ്റി. അതിനുശേഷം പേയ്മെന്റ് സൈഡിലെ ഐറ്റംസ് ഇതിന്റെ അകത്തുനിന്ന് മൈനസ് ചെയ്യുക. ആ മൈനസ് ചെയ്ത് കിട്ടിയ ഫിഗർ നമ്മൾ നേരെ എവിടേക്ക് എഴുതുക, നമ്മുടെ ബാലൻസ് എഴുതാനുള്ള ആ ഒരു പോർഷനിലേക്ക് മാറ്റുക. സോ ഈ ഒരു ബാലൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുക, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ക്യാഷ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. സ്റ്റെപ്സ് മറന്നു പോരുത്. ആദ്യം നിങ്ങൾ ഓർക്കേണ്ടത് ഫോർമാറ്റ് ആണ്. ഫോർമാറ്റ് T ഷേപ്പിലാണ് വരയ്ക്കുക. 2 സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിനെ വിളിക്കുന്നത് റെസീപ്റ്റ് സൈഡ് എന്നാണ് വിളിക്കുക. ദെൻ ക്രെഡിറ്റ് സൈഡിനെ വിളിക്കുന്നത് പേയ്മെന്റ് സൈഡ് എന്നാണ് വിളിക്കുക. സോ ഇനി സ്റ്റെപ്സ് ഓർക്കുക. 1ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. ഓപ്പണിംഗ് ബാലൻസ് കാണിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഓപ്പണിംഗ് ബാലൻസ്
ബാലൻസ്, അത് ക്യാഷിന്റെ ആണോ ബാങ്കിന്റെ ആണോ എന്താണെന്ന് നോക്കണ്ട, ഏതെങ്കിലും ഒരു ഓപ്പണിംഗ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ ബ്രാക്കറ്റിൽ CR എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡെബിറ്റ് സൈഡിൽ കാണിക്കരുത്. അത് എവിടെയാണ് കാണിക്കേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ്, ക്വസ്റ്റ്യൻ്റെ അകത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള റെസീപ്റ്റ്സ്, ആ റെസീപ്റ്റ്സ് അതേപോലെ പിക്ക് ചെയ്യുക. റെസീപ്റ്റ്സ് എടുക്കുമ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റ് എടുക്കണം, റവന്യൂ റെസീപ്റ്റ്സ് എടുക്കണം. സോ ക്യാപിറ്റൽ റെസീപ്റ്റും റവന്യൂ റെസീപ്റ്റ്സും ക്വസ്റ്റ്യൻ്റെ അകത്ത് എടുത്തോളാം, നേരെ എവിടേക്ക് ലിസ്റ്റ് ചെയ്യുക? റെസീപ്റ്റ് സൈഡിലേക്ക് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഏതെങ്കിലും റെസീപ്റ്റ്സിന്റെ കറണ്ട് ഇയർ, പ്രിസീഡിംഗ് ഇയർ, സക്സീഡിംഗ് ഇയർ ഇങ്ങനെ 3 വർഷത്തെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഇന്നർ കോളത്തിൽ ഇട്ടിട്ട് ടോട്ടൽ ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എടുക്കുക. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ്, പേയ്മെന്റ് സൈഡിലേക്ക് ക്വസ്റ്റ്യൻ്റെ അകത്തുള്ള പേയ്മെന്റ്സ് മുഴുവൻ എന്ത് ചെയ്യുക? ഷിഫ്റ്റ് ചെയ്യുക. ദെൻ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം അതിന്റെ എമൗണ്ട് കോളത്തിൽ കാണിക്കുക. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏതെങ്കിലും പേയ്മെന്റ്സിന്റെ കറണ്ട് ഇയറോ പ്രിസീഡിംഗ് ഇയറോ സക്സീഡിംഗ് ഇയറോ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് അതേപോലെ ഇന്നർ കോളത്തിലിട്ട് ടോട്ടൽ ചെയ്തിട്ട് വേണം ഔട്ടർ കോളത്തിൽ എടുക്കാൻ. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റ് കണ്ടാ എടുക്കണ്ട. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ്. ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സ്റ്റെപ്സ് ഒക്കെ ആക്കണേ. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത വീഡിയോയിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഈ ഒരു ഏരിയ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ കണ്ടത് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്താണ്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ സ്റ്റെപ്സ് അല്ലെ. ഞാനിപ്പോൾ പറഞ്ഞത് വളരെ കുറഞ്ഞ എക്സാമ്പിൾസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വളരെ കുറഞ്ഞ റെസീപ്റ്റ്സ് അല്ലെ, അതായത് ക്യാപിറ്റൽ റെസീപ്റ്റ്സും കുറഞ്ഞ റവന്യൂ റെസീപ്റ്റ്സും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേപോലെ തന്നെ പേയ്മെന്റ് ആണെങ്കിൽ ക്യാപിറ്റൽ പേയ്മെന്റിന്, റവന്യൂ പേയ്മെന്റിന് വളരെ കുറഞ്ഞ എക്സാമ്പിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു എക്സാമ്പിൾസ് വെച്ച് മാത്രം നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ സ്ക്രീനിൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് വരുന്നുണ്ട്. ആ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫോർമാറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. റെസീപ്റ്റ് സൈഡ് ഒന്ന് ശ്രദ്ധിക്കുക. റെസീപ്റ്റ് സൈഡിൽ ക്യാപിറ്റൽ റെസീപ്റ്റ്സും ഉണ്ടാവും, റവന്യൂ റെസീപ്റ്റ്സും ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ റെസീപ്റ്റിൽ പറയുന്ന ഐറ്റംസ് ശരിക്കും മനസ്സിലാക്കുക, റവന്യൂ റെസീപ്റ്റ്സിൽ പറയുന്ന ഐറ്റംസ് ശരിക്കും മനസ്സിലാക്കുക. അതേപോലെ തന്നെ പേയ്മെന്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്യാപിറ്റൽ പേയ്മെന്റും കാണാൻ പറ്റും, റവന്യൂ പേയ്മെന്റും കാണാൻ പറ്റും. ക്യാപിറ്റൽ പേയ്മെന്റിൽ പറയുന്ന ഐറ്റംസ് മനസ്സിലാക്കുക, അതേപോലെ തന്നെ റവന്യൂ പേയ്മെന്റിൽ പറയുന്ന ഐറ്റംസും മനസ്സിലാക്കുക. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ആ റവന്യൂ പേയ്മെന്റ്സും റവന്യൂ റെസീപ്റ്റ്സും ഒരു കാരണവശാലും മക്കള് മനസ്സിലാക്കാതെ പോകരുത്. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെ അടുത്ത ഒരു ഏരിയ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആണ്. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് റവന്യൂ റെസീപ്റ്റ്സോ റവന്യൂ പേയ്മെന്റോ എന്തായാലും നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഓക്കെ, അത് പഠിക്കാതെ പോകരുത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് ടോപ്പിക് കണ്ടു അല്ലെ. ഏതൊക്കെയാ? റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ഫീച്ചേഴ്സ് അല്ലെ, റെസീപ്റ്റ്സ് എന്താണ്, പേയ്മെന്റ് എന്താണ്, റെസീപ്റ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ്, പേയ്മെന്റിന്റെ ക്ലാസിഫിക്കേഷൻസ് അല്ലെ, ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇന്ന് കണ്ട ടോപ്പിക് എല്ലാവരും വീട്ടിൽ ഇരുന്ന് നന്നായിട്ട് പഠിക്കുക. കാരണം അടുത്ത ഏരിയ വരുന്ന സമയത്ത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് വീണ്ടും കാണാം. ബൈ.